നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനും നേർക്ക് നടത്തിയ സംയുക്ത ആക്രമണത്തെ തുടർന്ന് ഇപ്പോഴും പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരെല്ലാവരും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എങ്കിൽ പോലും ആക്രമണങ്ങൾ യഥേഷ്ടം തുടരുക തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറെ പ്രത്യാശയിലാഴ്ത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഏതാണ്ട് ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അമേരിക്ക തൽക്കാലത്തേക്ക് ആക്രമണം നിർത്തിവെക്കുകയാണ്, ഇറാൻ അവരുടെ അഭിപ്രായം അറിയിക്കണം, എന്നാൽ എത്രയും വേഗം ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും, ഇറാനിലെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും വളരെ ആശ്വാസത്തിലിരിക്കുന്ന സമയത്താണ് ഈ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾ തന്നെയാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിന് സമീപത്ത് ഇറാൻ അതിശക്തമായ തോതിൽ അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ച്, അതായത് സൂയിസൈഡ് ഡ്രോൺസ് എന്നറിയപ്പെടുന്ന ആത്മഹത്യാ ഡ്രോൺ എന്ന് പറയാവുന്ന തരത്തിലുള്ള വൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ഇതിന് അമേരിക്ക കനത്ത തിരിച്ചടി നൽകി എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ ഈ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഈ ഡ്രോണുകൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഹോർമൂസ് കടലിൽ കൂടെ കടന്നു പോകുന്ന അമേരിക്കൻ കപ്പലുകളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെയും ഒക്കെ തന്നെ ഇവ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെയൊക്കെ നേർക്ക് ഇറാൻ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രോണുകളുടെ വലിയൊരു ശേഖരമാണുള്ളത്. മിസൈലുകളുണ്ട്, അതുപോലെ ഡ്രോണുകളുമുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ അമേരിക്കയെ നേരിടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇറാന് ചിലവാകുന്ന തുക $30,000 എങ്കിൽ അത് തകർക്കാനായി മിസൈൽ പ്രതിരോധ സംവിധാനം വഴി $40 ലക്ഷം ചിലവാക്കേണ്ടി വരുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് എത്രമാത്രം കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് സാമ്പത്തികമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശത്രുത അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലുകൾ ഇനി എത്ര നാളത്തേക്ക് തുടരും എന്നുള്ള ഭയത്തിൽ തന്നെയാണ്, ആ ഭയപ്പാടിലാണ് ഇന്നും ലോകമുള്ളത്. കാരണം ഈ യുദ്ധം നമ്മൾ അടുക്കളകളിൽ പോലും കടന്നു വന്നിരിക്കുന്നു. ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് കൂടുതൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോലും എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടയിലാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇടയ്ക്കിടെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുന്നു, ഞങ്ങൾ ഇനി ആക്രമിക്കുകയില്ല എന്ന് പറയുകയും തൊട്ടടുത്ത നിമിഷം ആക്രമിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇറാന് നേർക്ക് ശക്തമായ ഒരു ആക്രമണം നടത്താൻ അമേരിക്കയുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും എല്ലാം സജ്ജരായിരിക്കുമ്പോൾ അതിന് 3 മണിക്കൂർ മുമ്പ്, അതായത് ആക്രമണം നടത്താൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നതിന് 3 മണിക്കൂർ മുമ്പ് ട്രംപ് പെട്ടെന്ന് അറിയിക്കുന്നു തൽക്കാലത്തേക്ക് ആക്രമണം നടത്തേണ്ടതെന്ന്. കാരണം നമ്മളും ഇറാനും തമ്മിൽ ഒരു ധാരണയിലാകാൻ പോവുകയാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആക്രമണം നടത്തേണ്ടതില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പല ഗൾഫ് രാജ്യങ്ങൾ അവരാകെ പ്രതിസന്ധിയിലാണ്. അവർ പലരും അവിടുത്തെ ഭരണാധികാരികൾ തന്നെ നേരിട്ട് ട്രംപിനോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് നിങ്ങൾ ഇറാനെ ആക്രമിക്കരുത് എന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ആക്രമണങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇറാനാകട്ടെ ബഹ്റൈനിലുള്ള അമേരിക്കയുടെ 5ാം നാവിക പട സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് നേർക്ക് രൂക്ഷമായ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക ആകട്ടെ ഇതിന് തിരിച്ചടിയായി ഇറാനിലെ തന്നെ ജനവാസ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഏതായാലും ഈ ഇരു കൂട്ടരും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ശരിക്കും പ്രതിസന്ധിയിലാവുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് എന്നുള്ളതിലുപരി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ സൈനിക താവളങ്ങളുണ്ട്. അവിടത്തേക്ക് ഇവർ ആക്രമണം നടത്തുമ്പോൾ അത് അവിടുത്തെ പൗരന്മാരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവരെല്ലാവരും ഭീതിയിൽ കഴിയേണ്ട ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയോട് ഇനി ഇറാന് നേർക്ക് ആക്രമണം നടത്തരുത് എന്നാവശ്യപ്പെട്ടത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ കേൾക്കുന്നു. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നെതന്യാഹുവിനെ പണക്കാനുമായി നെതന്യാഹുവിനെയുടെ ഫോണിലൂടെ അദ്ദേഹം അസഭ്യം വിളിക്കുക വരെ ചെയ്തിരുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിന് വേണ്ടി ലെബനിലേക്ക് കടന്നു കയറിയതിനുമായി ബന്ധപ്പെട്ട് അവിടെ ഇനി അവരെ ആക്രമിക്കരുത് എന്ന് ട്രംപ് പറഞ്ഞിട്ട് പോലും നെതന്യാഹു കേട്ടില്ല. നെതന്യാഹു വീണ്ടും ഇപ്പോഴും ലെബനിൽ ആക്രമണം തുടരുക തന്നെയാണ്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളൊക്കെ തന്നെ അവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഈ ഇറാനിൽ നിന്നുള്ള ഈ ഡ്രോണുകൾ ഇപ്പോൾ ഹോർമൂസ് കടലിലേക്ക് ചുറ്റും പാഞ്ഞ് നടക്കുന്നത്. ഇവിടേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഒരുപക്ഷേ ഇനി കൂടുതൽ എത്തിക്കാനുള്ള ഒരു സാധ്യത കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഇറാന് എത്രത്തോളം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ഫെബ്രുവരി 28-ാം തീയതി യുദ്ധം ആരംഭിക്കുമ്പോൾ അന്ന് അമേരിക്ക പറഞ്ഞ് ഞങ്ങൾക്ക് 2 ആഴ്ചയോ മറ്റോ കൊണ്ട് തന്നെ ഈ ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജൂൺ മാസം പകുതിയാവുമ്പോഴും ഒന്നും സംഭവിക്കാതെ ഇപ്പോഴും ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എന്ത് വില കൊടുത്തും ഇറാനെ തീർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് ഇപ്പോൾ ഇസ്രായേലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അമേരിക്ക ആകട്ടെ
ഓരോ ദിവസങ്ങളിലും അവർ ഓരോ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഒരു ദിവസം ട്രംപ് വല്ലാതെ കോപിച്ച് ബഹളം വയ്ക്കുകയും പിറ്റേ അടുത്ത ദിവസം താൻ സമാധാന ദൂതനാണ് എന്ന് പറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇതിനിടയിലാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ, അതായത് IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാൻ്റെ ഏറ്റവും സുശക്തമായ അവരുടെ ഒരു സൈനിക വിഭാഗമുണ്ട്. അവരാണ് ഇപ്പോൾ അവിടെ യുദ്ധം നയിക്കുന്നത്. അവരാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരെ പോലും ഒന്നും ചെയ്യാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. തങ്ങളുടെ വിശുദ്ധമായ ഹോർമുസ് കടലിടുക്ക് അശുദ്ധമാക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന തരത്തിൽ പോലും ഇപ്പോൾ ഇറാൻ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാൻ്റെ സൈനിക വിഭാഗമാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെയുള്ള പ്രസിഡന്റ് പെഷസ്കിയാനാണെങ്കിൽ ഒരു അധികാരവും അദ്ദേഹത്തിൻ്റെ ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണ്. പരമോന്നത നേതാവായ മുജ്തബ ഖമേനി ഇപ്പോഴും എവിടെയാണുള്ളതെന്നോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നോ ആർക്കും അറിയാനും പറ്റാത്ത സ്ഥിതിയാണ്. ഏതായാലും ഈ ഡ്രോണുകളും പടക്കപ്പലുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് തീരും എന്നുള്ളത് തന്നെയാണ് ലോകം ഇപ്പോഴും ആകാംക്ഷയോടെ, അതല്ലെങ്കിൽ അതിലേറെ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്.